നമസ്കാരം. ഭരണി നക്ഷത്രത്തെപ്പറ്റി നോക്കാം. മേടം രാശിയിൽ നിലകൊള്ളുന്ന നക്ഷത്രമാണ് ഭരണി. നക്ഷത്രപക്ഷി പുള്ളും, വൃക്ഷം നെല്ലിയും, മൃഗം കൊമ്പനാനയും, ഭൂതം ഭൂമി എന്നിങ്ങനെയാണ്. നക്ഷത്രത്തിൻ്റെ ദേവൻ യമനാണ്. അതുകൊണ്ട് തന്നെ യമദേവൻ്റെ കാർക്കശ്യവും കടുത്ത ചിട്ടകളും ഇവരുടെ സ്വഭാവ സവിശേഷതയാണ്. ധർമ്മനിഷ്ഠ കൈവിട്ടുള്ള ഒരു കാര്യവും ഇവർക്കില്ല. അനീതിയും അധർമ്മവും ഇവർ വെച്ചു പൊറുപ്പിക്കില്ല. ഒരു ജോലി ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാതെ വിടുകയുമില്ല. അത് പൂർത്തിയാക്കാതെ പിന്മാറുന്ന സ്വഭാവം ഇവരുടെ ജീവിതത്തിൽ ഇല്ല. രാശ്യാധിപൻ കുജനാണ്. ശനിയുടെ സ്വാധീനമുള്ളവരായതുകൊണ്ട് തന്നെ നിയമജോലി ചെയ്യാൻ നല്ല കഴിവുള്ളവരായിരിക്കും. അഡ്വക്കേറ്റ്, ജഡ്ജ് എന്നീ തലങ്ങളിൽ ഇവർ ശോഭിക്കും. കലാബോധമുള്ളവരായിരിക്കും. നടീനടന്മാർ, സംവിധായകർ, നല്ല എഴുത്തുകാർ എന്നീ നിലകളിൽ നന്നായി പെർഫോം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. വിശാഖം, അനിഴം, തൃക്കേട്ട നാളുകൾ ഇവർക്ക് അനുകൂലമല്ല. മനസാക്ഷിക്ക് വിരുദ്ധമായി യാതൊരു അധർമ്മ പ്രവർത്തനവും ഇവർ നടത്തില്ല. എല്ലാ കാര്യത്തിലും സ്വതന്ത്രവും വേറിട്ടതും നന്മ നിറഞ്ഞതുമായ ചിന്ത ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്ത് തടസ്സമുണ്ടെങ്കിലും അവർ ആ തടസ്സമെല്ലാം മറികടക്കും. തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള അതിതീവ്രമായ ആഗ്രഹത്തിൽ ആ യാത്രയിൽ ഇവർ മറ്റുള്ളവയെ അവഗണിച്ചേക്കാം. തൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളെ ഒക്കെ അവഗണിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന നിർബന്ധ ബുദ്ധി ഇവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ജിജ്ഞാസ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാ കാര്യങ്ങളും അറിയുവാൻ ഉള്ള ആഗ്രഹവും ആവേശവും ഇവർ കാണിക്കും. ഇത് ഇവരെ പല അപകടങ്ങളിലേക്കും തള്ളിവിടാറുമുണ്ട്. സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന പരിശുദ്ധമായ സ്വഭാവത്തിനുടമകളാണിവർ. ആരെയും വേദനിപ്പിക്കാതെയും വേർതിരിച്ചു കാണാതെയും ഇരിക്കുന്ന സർവമത സർവജന സ്നേഹമാണ് ഇവരിൽ എപ്പോഴും കാണുന്നത്. ഒരിടത്തും പരാജയപ്പെടാൻ ആഗ്രഹിക്കാറില്ല. വിജയം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ജീവിതത്തിൻ്റെ യുദ്ധമുഖങ്ങളോട് തോൽക്കാത്ത പ്രകൃതം ആണ് ഓരോ ഭരണി നക്ഷത്ര ജാതകർക്ക്. ജീവിത സമരത്തോട് തോൽക്കാതെ പൊരുതി നിൽക്കുന്ന സ്വഭാവം തോൽക്കുന്നത് സ്നേഹത്തിന് മുൻപിൽ മാത്രം ആയിരിക്കും. കലയോടുള്ള അമിതമായ വാസന, സ്നേഹം, കലാനൈപുണ്യം നിറഞ്ഞവർ ആയിരിക്കും ഇവർ. മികച്ച കലാകാരന്മാരായി ലോകത്തിൽ അറിയപ്പെടും. ഇഷ്ടപ്പെടുന്നവരെ ജീവന് തുല്യം സ്നേഹിക്കും. ഇഷ്ടപ്പെടുന്നവരോട് ആരെങ്കിലും വല്ല തെറ്റും ചെയ്താൽ ഇവർ കോപിഷ്ഠരാകും, ചോദ്യം ചെയ്യും. അതുപോലെ വൈരാഗ്യം തോന്നുന്നവരെ മനസ്സുകൊണ്ട് വെറുക്കുകയും അവരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യും. അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നവർക്കുമായി ജീവൻ കൊടുക്കുകയും അനന്തമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. വെറുക്കുന്നവരെ ജീവിതം മുഴുവൻ വെറുക്കും. ഈശ്വരനോടുള്ള ആഴത്തിലുള്ള വിശ്വാസം ഇവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കുകളിലും ഉണ്ടാകും. സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം ആണ് ഓരോ ഭരണി നക്ഷത്രക്കാരുടെയും. ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാനും മികച്ച ഭക്ഷണം കഴിക്കാനും ഇവർ താല്പര്യമുള്ളവർ ആണ്. ഭക്ഷണത്തോടുള്ള താല്പര്യം വളരെയധികം ഉള്ളവരാണ്. ജീവിതത്തിൽ വലിയ വിജയം ഒന്നും ഇവർ ആഗ്രഹിക്കാറില്ല. കഴിവും പരിചയസമ്പത്തും സാഹചര്യവും ഉണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിലും കരിയറിലും സർക്കാർ ജോലിയോടും ഈ മേഖലയിലോ ധനം സമ്പാദിക്കുന്ന മേഖലയിലോ ഒരു തരം മടിയാണ് ഇവരിൽ പ്രകടമാകുന്നത്. ഇതൊക്കെ മതി എന്ന ചിന്ത. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം ഒരു ശരാശരി ജീവിതമായിരിക്കും. ഈ മടിയെ അതിജീവിച്ചാൽ ഇവർക്ക് ഉന്നതിയിലെത്താൻ സാധിക്കും. ജീവിതത്തിൽ ഇവർ വിചാരിക്കുകയാണെങ്കിൽ, മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എല്ലാത്തിനും ഇവർ ഒരു കൗതുകത്തോടെ കാണുന്ന സ്വഭാവക്കാരാണ്. വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുന്നവർ ആണിവർ. പെട്ടെന്ന് വഴക്കടിക്കുന്നവരും പെട്ടെന്ന് കോപിക്കുന്നവരും പെട്ടെന്ന് ചിരിച്ച് സാധാരണ നിലയിലേക്ക് എത്തിച്ചേരുന്നവരുമാണ്. അങ്ങനെ മാറി മാറി വരുന്ന സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണിവർ. ക്രിയാത്മകത ഇവരുടെ മുഖമുദ്രയാണ്. വലിയ കുടുംബങ്ങളിൽ ആണിവർ ജനിക്കുന്നത്. ധാരാളം അംഗങ്ങളുള്ള കുടുംബങ്ങളിൽ. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സമയത്ത് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. ഒരുപാട് ബന്ധുക്കളുടെ ഇടയിൽ ജനിക്കുന്നത് കൊണ്ട് തന്നെ മാനസിക ബലം ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. എല്ലാത്തിനോടും ഒരു കൗതുകം, ഒരു ഭയം,
ഇവ ഇവർക്കുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ഇവർ സ്വയം പുകഴ്ത്താറുണ്ട്. താൻ സ്നേഹിക്കുന്നവരെ പുകഴ്ത്താൻ ഇവർ എപ്പോഴും ശ്രമിക്കും. താൻ സ്നേഹിക്കുന്നവരെക്കാളും വലുതായി മറ്റാരുമില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. സുഹൃത്തുക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ആർക്കും വിധേയപ്പെടാൻ ഇവർക്ക് താല്പര്യമുണ്ടാവില്ല. ആരുടെ മുൻപിലും തലകുനിക്കുവാൻ ഇവർ താല്പര്യപ്പെടില്ല. എന്ത് വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയായാലും ആരുടെ മുൻപിലും ഇവർ താഴുകയില്ല. പണം സൂക്ഷിക്കാൻ കഴിയാത്തവരാണിവർ. ധാരാളം പണമൊന്നും ഇവരുടെ കയ്യിൽ നിൽക്കില്ല. 33 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ സാധിക്കുന്നത്. കഴിവുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ ഇവർ തയ്യാറാവാറില്ല. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് പലപ്പോഴും അബദ്ധമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് അപാകതയില്ലാത്ത തീരുമാനങ്ങൾ വേണം ഇവർ എടുക്കാൻ. ഇവരുടെ കുടുംബജീവിതം പുരുഷന്മാർക്ക് നല്ല കുടുംബജീവിതമാകും. എന്നാൽ സ്ത്രീകളിൽ ചിലർക്കെങ്കിലും അത്ര നല്ല കുടുംബജീവിതം ആയിരിക്കുകയില്ല. പ്രണയനൈരാശ്യം, രണ്ടാം വിവാഹം എന്നിവയ്ക്ക് ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. അത്യാഗ്രഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ സമ്പത്ത് മെച്ചപ്പെടുത്തണമെന്നോ കരിയർ നല്ല മെച്ചപ്പെടുത്തണമെന്നോ ഒന്നും ഇവർക്ക് ആഗ്രഹമുണ്ടാകാറില്ല. ഇവർക്ക് എല്ലാവരോടും വലിയ മമതയൊന്നും ഉണ്ടാകാറില്ല എങ്കിലും ചിലരോട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും മമതയും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇവരുടെ വിചാരം അവർ ഇവരെ ഭയങ്കരമായി സ്നേഹിക്കുന്നു, ഏതെങ്കിലും ആവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കും എന്നൊക്കെയാണ്. പക്ഷേ അവർ ഒരിക്കലും ഇവരെ സ്നേഹിക്കുകയോ സഹായിക്കാൻ സന്നദ്ധത കാണിക്കുകയോ ചെയ്യാറില്ല. ഇവർ അവരുടെ വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരൊക്കെ ആയിരിക്കും. പക്ഷേ അവർ അങ്ങനെയൊന്നും ആയിരിക്കില്ല. കാര്യത്തോട് അടുക്കുമ്പോൾ ഇവർക്ക് ഇവർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ചിലപ്പോൾ 1-2 ആൾക്കാർ ഉണ്ടാകും. ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് തന്നെ ചെയ്താലും മറ്റുള്ളവർ ഇവരെ ആത്മാർത്ഥമായി സ്നേഹിക്കില്ല. ശത്രുക്കളെ പോലും ഇവർ സ്നേഹിക്കും. നല്ല തമാശകൾ പറയുന്നവരാണിവർ. ആരോഗ്യം സംരക്ഷിക്കും, സത്യം മുറുകെ പിടിക്കും. ചിലപ്പോൾ ചില വികലബുദ്ധി കാണിക്കാറുണ്ട്. പ്രണയം, പരപുരുഷ അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം ഇതിലൊക്കെ ചെന്ന് ചില സാഹചര്യങ്ങളിൽ പെടാറുണ്ട്. ഇവയിൽ ഒന്നും പെടാതെ മുൻപോട്ട് പോകുന്നവർ ജീവിതത്തിൽ വിജയിക്കും. പണമുണ്ടാക്കാനുള്ള താല്പര്യമില്ലായ്മ മാറ്റി സ്വന്തം കഴിവ് ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ ഇവർക്ക് ധാരാളം കഴിവുകളുണ്ട്. ഇതിവർക്കറിയില്ല. സ്വന്തം കഴിവ് ഉപയോഗിച്ച് ഇവർ ഉന്നതങ്ങളിൽ എത്തിച്ചേരും, നന്നായി ശ്രമിക്കുകയാണെങ്കിൽ. ഭരണി നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിക്കുന്നവർ എല്ലാ രീതിയിലും നല്ല ജീവിതം നയിക്കുന്നവരാണ്. രണ്ടാം പകുതിയിൽ ജനിക്കുന്നവർക്ക് ലജ്ജ, മടി, അലസത, ദേഷ്യം ഇവയൊക്കെ കൂടുതലായിരിക്കും. ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന സത്യസന്ധരായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ഇവർ.